എന്തച്ചത് അച്ഛനാ വാഷ് ബേസ് കഴുകി അതിശയാണല്ലേ. അതിശയം തന്നെയാണ്. ഇത് എന്തിനാ കഴുകണം എന്നൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഞങ്ങളെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഒരു മാജിക് ആണ് കേട്ടോ. മാജിക് എന്താണ് മാജിക് എന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്, എനിക്ക് എന്ത് അൺബോക്സിങ് ആണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കി നോക്കാം. വാ ഗൈസ്, നമുക്ക് ഈ മാജിക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാജിക്. കണ്ട, മാജിക് സ്റ്റൈൻ റിമൂവർ. വെറും മാജിക് അല്ല കേട്ടോ, ഗംഭീര മാജിക് ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായിണ്ടാവോ? ഇല്ലാന്ന് വെച്ചെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ തുറന്നു കാണും. നമുക്ക് ഒന്ന് തുറന്നു നോക്കി നോക്കാം. മറ്റൊന്നല്ല നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ തുറന്നു നോക്കി വീണ്ടും ഒരു ഗംഭീര ബോക്സ് പാക്കിംഗ് കേട്ടോ. ഗംഭീര പാക്കിംഗ് ആണ്. കണ്ട, ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഐറ്റം. എന്താണ്? ഇതാണ് നമ്മൾ പറഞ്ഞ മാജിക് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, നമ്മൾ വീഡിയോയിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും ഈ സാധനം. ഇതെന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോവാത്ത കറകളും അതുപോലെ തന്നെ കളർ പോയിട്ടുള്ള സംഭവങ്ങളും ചെളിയും അഴുക്കും ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു മാജിക് റിമൂവറാണ്, മാജിക് സ്റ്റൈൻ റിമൂവർ. ഓക്കെ, നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് സത്യസന്ധമായ വീഡിയോ ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളോട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയണ പോലെ ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഷൂവ്, അതുപോലെ തന്നെ ഒരു ബെല്ല്. ഈ ബെല്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓടാണ്. അപ്പൊ എല്ലാവരും ഇതിന്റെ വീഡിയോന്റെ അടിയിലൊക്കെ കുറെ കമന്റ്സുകൾ കണ്ടു, ഓട്ടുപാത്രങ്ങൾ ഇതൊക്കെ ക്ലീൻ ആവോ എന്നുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ അറിയാം, ഇത് ക്ലീൻ ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ സാധാരണ മൊബൈലിന്റെ ഒരു കവർ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് കളർ ആവാറുണ്ട്. ഇതൊക്കെ റെഡി ആവോ എന്നുള്ളത് അറിയാം. പിന്നെ നമ്മുടെ വാഷ് ബേസിനിലൊക്കെ കുറെ വൈറ്റ് വാഷ് ബേസിനൊക്കെ ഒരുപാട് കറയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറെ എത്ര ഉരച്ചാലും നമ്മൾ ഷാമ്പൂട്ട് കഴിക്കാലും അല്ലെങ്കിൽ അതൊന്നും പോവാറില്ല സാധനങ്ങളൊന്നും. അപ്പൊ ഈ സാധനം ഉപയോഗിച്ചിട്ട് അത് പോവോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ കാറിന്റെ ഉള്ളിലത്തെ സീറ്റിങ്, അതുപോലെ തന്നെ സീറ്റ് കവറ്, അങ്ങനത്തെ മങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വൃത്തിയാവില്ല എന്നൊക്കെ നമുക്കറിയാം. ആദ്യം നമുക്ക് നമ്മുടെ ഷൂ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടാ, നമുക്ക് ഈ ബെല്ല് എങ്ങനെയാണ് ക്ലീൻ ആവില്ല നമുക്കറിയാം. നമുക്ക് ഇതുമിക്കൊന്ന് അടിച്ചു നോക്കി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞ മൊബൈലിന്റെ കവർ കണ്ട, ഇതിൻ്റെ ഒരു കളർ ഉണ്ട്, ഇതുമ്മലൊന്ന് അടിച്ചു നോക്കി വെക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്ത് നോക്കി വെക്കാം. നല്ലോണം ഇതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ആദ്യത്തെയും ഇപ്പോഴത്തെയും ഇതിൻ്റെ ഒരു മാറ്റം അറിയാൻ പറ്റും. ഇതുമുണ്ടാവുന്ന നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ശരിക്കും ഇതുമുണ്ടായിരുന്നൊരു കാലങ്ങളായിട്ട് ഇതുമുണ്ടായിരുന്ന കുറച്ച് സ്ക്രാച്ച് പോലത്തെ കളറുകളും കാര്യങ്ങളൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഓടുമ്പോഴും അത്യാവശ്യം വർക്കാവുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു തുണി കൊണ്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്ത് നോക്കാം. ഇതിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഷൂ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഷാമ്പു അതുപോലെ തന്നെ നമ്മൾ സോപ്പും പൊടി ഒക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാം കുറച്ച് കളറൊക്കെ വരാറുണ്ട്. പക്ഷെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റും. നമുക്കിതിൽ നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്യണുണ്ടോ, വെറുതെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ ബ്രഷൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള സ്ക്രാച്ചിൻ്റെ ഇടയിലേക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഇതാക്കാൻ പറ്റുള്ളൂ, അറിയുള്ളൂ ശരിക്കും ക്ലീൻ ആവില്ല എന്നുള്ളതൊക്കെ. അതിൻ്റെ ഫ്രണ്ടിലൊരു പൂമയുടെ എംബിളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. തുറച്ച് നോക്കി നോക്കട്ടെ. വ്യത്യാസം ഉണ്ട് കേട്ടോ. നോക്കിയേ,
ജസ്റ്റ് നമ്മളൊന്ന് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ ഇത്ര നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ സംഭവം. ഞാനിത് സത്യസന്ധമായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാതും നമ്മൾ വെറുതെ ചെയ്യില്ല. നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പ്രൊമോഷൻ ചെയ്യുള്ളൂ. ആരും നമ്മൾ ട്രാപ്പിൽ പെടുത്താൻ പറ്റില്ല. ഓക്കെ ഗൈസ്, ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ പഴയതും പുതിയതും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം കണ്ടാ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഏകദേശം? അടുത്ത് നമ്മുടെ മൊബൈലിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇതൊന്ന് തുടച്ച് നോക്കി നോക്കാം. ഉള്ളത് പോലെ പറയണം. നമ്മൾ ഇല്ലാത്ത കാര്യമൊന്നും നമ്മൾ പറയില്ല. മൊബൈലിന്റെ കവർ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുള്ളത് ഇതുമേ പറ്റിയിട്ടുള്ള കറകളോ കാര്യങ്ങളോ അല്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഇത് ക്ലീൻ ആയിട്ടൊന്നുമില്ല. ഇത് വൈറ്റ് കളർ ആയി വരുന്നിട്ടില്ല. ഇതിന്റെ പാറ്റേണിന്റെ ആണോ എന്തിൻ്റെയാണെന്ന് അറിയില്ല. ഇത് പഴയ പോലെ തന്നെയാണ്. ഇത് ഫെയിലാണ് കേട്ടോ. നമുക്ക് വീടിൻ്റെ അകത്തുള്ള വാഷ് ബേസിൻ എങ്ങനെയാ അവസ്ഥ നോക്കി നോക്കാം. കമോ, ഇതാണ് നമ്മുടെ വാഷ് ബേസിന്റെ ഉള്ളിലത്തെ അവസ്ഥ. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതാണ് ഇങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ കോലം. ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് നോക്കി നോക്കാം. ഇതെല്ലാ പഴയ വീടുകളിലും വാഷ് ബേസിൻ ചിലപ്പോ എന്താ പറയാ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ഓക്കെ, നമുക്കിതൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് വാഷ് ചെയ്യാം. ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് സത്യസന്ധമായ റിസൾട്ടാണ് നമുക്ക് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ കിട്ടും. ഇതാണ് ആഫ്റ്റർ റിസൾട്ട്. അപ്പോൾ ഈ ടൈൽസ് അതുപോലെ തന്നെ കറ പിടിച്ച വാഷ് ബേസിൻ ഒക്കെ ക്ലീൻ ആവോ എന്നുള്ളത് കുറേ പേരുടെ സംശയമാണ്. അതും എനിക്ക് പറയാനുള്ളത് ഈ ഒരു റിസൾട്ടാണ് ഇതുമെന്ന് കിട്ടാവൂ കേട്ടോ. ഇതിനു മേലെ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയലിൻ്റെ ഉള്ളിൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര പൂപ്പായ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ കാലങ്ങൾ ചിലപ്പോൾ എത്ര തുടച്ചാലും നമുക്ക് ഷാമ്പുട്ട് കഴിക്കാനും ചിലപ്പോൾ പോവാറില്ല. ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇതൊന്നും ജസ്റ്റ് നമ്മൾ തുടച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെ പോവാറില്ല സാധാരണ. നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് എന്നിട്ടായാലും മാക്സിമം നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും മാസ്കോ ടവലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണത് നല്ലതാണ്. കാരണം ചിലർക്ക് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് പറ്റിയെന്ന് പറ്റില്ല. എത്രയായാലും എന്തെങ്കിലുമൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ലാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ കൊണ്ട് എന്തായാലും ഒരു മാസ്ക് അത് ഞാനൊരു ടവല് കെട്ടുന്നുണ്ട്. ഒരു ടവൽ എന്തെങ്കിലും കെട്ടിയതിന് ശേഷം ഇത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ആഹാ, ആ ചെളിയൊക്കെ ശരിക്കും നല്ലോണം ഇങ്ങനെ ഇളകി പുറത്തേക്ക് വരുന്നുണ്ട്. നല്ലൊരു കോട്ടൺ വെച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കണം. ഇത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. സത്യമായിട്ടും ഇത് നല്ല റിസൾട്ട് ഉണ്ട്. കാറിൻ്റെ ഉള്ളിൽ ഈ സാധനം വെച്ചിട്ട് യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാണ്ടാവും. ഇത് ഞാൻ ഷാമ്പു ഒക്കെ ഇട്ടിട്ട് ഞാൻ തുടച്ച് വെക്കേണ്ടിയിരുന്നത് മുന്നേ. പക്ഷെ നമുക്കത് മുഴുവനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ പൂപ്പായി പോലുള്ള കറയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മുതലാണ്. ഞാൻ ഇതിൽ 100-ൽ ഒരു 70 മാർക്ക് ഞാൻ ഈ സാധനത്തിന് കൊടുക്കും. ഇത് കൂടുതൽ യൂസ്ഫുൾ ആവണത് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് കവർ പോലുള്ള റെക്സിൻസ്, അതുപോലെ അങ്ങനത്തെ മാറ്റുകൾ, അങ്ങനത്തെ ഐറ്റംസുകൾ, ഫൈബർ പാർട്സുകൾ, അങ്ങനത്തെ സാധനത്തിലൊക്കെ ഈ സാധനം നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് മറ്റുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനേക്കാളും കുറച്ചും കൂടി മെച്ചമുണ്ടെന്ന് തോന്നുന്നു.
പിന്നെ ഇതിൻ്റെ വില കാര്യങ്ങൾ ഇതെങ്ങനെയാണ് വാങ്ങിക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.